ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കേക്ക് നല്ല ടേസ്റ്റിയാണ്, പിന്നെ നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെയേഴ്സൊക്കെ കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പച്ചപ്പാൽ, അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് മാറ്റി വെക്കുക കേട്ടോ, ഒന്ന് പിരിയാനായിട്ട്. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഞാൻ ലൈറ്റ് കൊക്കോ പൗഡറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. പിന്നെ ഇങ്ങനെ കട്ടകൾ വരികയാണെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ കട്ട അങ്ങോട്ട് പൊടിഞ്ഞു പോയിക്കോളും. അപ്പോൾ അതെയാണല്ലേ, ഞാൻ നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം നല്ല ഫ്ലഫി ആയി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഇത്തിരി ഒന്ന് ഫ്ലഫി ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇടയിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇത്തിരി ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ക്രീമി ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല മോയിസ്റ്റ് ആവും കേട്ടോ, നല്ല സോഫ്റ്റ് ആവും. നമുക്കതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്നത് കമ്പൈൻ ആവുന്നവരെ മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 5 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ മാജിക് കളേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഫുഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല റെഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ മിൽക്കിൻ്റെ മിക്സ് നമ്മുടെ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴുണ്ടല്ലോ, എനിക്കൊരു പിങ്ക് കളറാണ് കേട്ടോ കിട്ടിയത്. കണ്ടില്ലേ, ഈ ഒരു കളറാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പും കൂടി റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ, ഇപ്പം ഇത്രയും കൂടി നല്ലൊരു റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്തിരി ആയിട്ട് ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഞാൻ നല്ലോണം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല സ്മൂത്തായിട്ട് ഇരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടാപ്പ് ചെയ്യുമ്പോൾ അതിൽ എയർ ബബിൾസ് ഒക്കെ പോവും. അതുകൊണ്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ OTG ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. 150 ഡിഗ്രിയിൽ ബേക്കിംഗ് മോഡിൽ 10 മിനിറ്റ് ഞാൻ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു. ഇനി നമുക്കൊരു 40 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു സാധനം വെച്ച് അത് കുത്തി നോക്കണം കേട്ടോ നടുക്ക്. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് നല്ലോണം വെന്തു എന്നാണ് കേട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഷുഗർ നല്ലോണം ഒന്ന് മെൽട്ട് ആവണം. നല്ലോണം ഒന്ന് അലുത്തു പോകണം കേട്ടോ ഷുഗർ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ബൗളായിരിക്കണം കേട്ടോ, ഒട്ടും വെള്ളം പാടില്ല. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ബ്ലേഡിലും ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഇനി നമുക്കത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. ഓരോ മിനിറ്റിലും ഇങ്ങനെ സ്പീഡ് കൂട്ടി കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ക്രീം ഇപ്പോൾ ഇത്തിരി സ്റ്റിഫായി വന്നിട്ടുണ്ട്. അതേപോലെ നല്ലോണം ഒന്ന് സ്റ്റിഫ് ആവണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ ക്രീം വേണ്ടത്. അപ്പോൾ നമ്മളൊരു സ്പൂൺ എടുത്ത് അതിങ്ങനെ നമ്മൾ ഇങ്ങനെ കുഴഞ്ഞാലും അതിന് വീണു പോകാൻ പാടില്ല കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ബൗള് മറിച്ച് കാണിച്ചതാണ്. അപ്പോൾ ഒട്ടും വീഴാൻ പാടില്ല കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആവണം. നമ്മുടെ കേക്ക് ഇത്തിരി മുകളിൽ നിന്ന് ഇങ്ങനെ ബ്രൗൺ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്, പക്ഷേ ഉള്ളിൽ നല്ല റെഡായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മുകളിലത്തെ ഇത്തിരി ലെവലാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ കേക്ക് നമുക്കൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്റ്റഡി ആയിട്ട് അവിടെ തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ വെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേപോലെ നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നല്ലോണം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇതേപോലെ ഒന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ്. ഇതങ്ങനെ ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണലാണ്. പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതും നല്ലോണം ഒന്ന് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ലെയറും കൂടി വെച്ചിട്ട് അതും നല്ലോണം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. കണ്ടില്ലേ, ഇനി നമുക്ക് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും
എന്നിട്ട് നമുക്ക് സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അതേപോലെ തന്നെ മറ്റേ സൈഡിലേക്കും ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കാർഡ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാർഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തായിരുന്നു കേട്ടോ നമ്മുടെ കാർഡ് വെച്ചിട്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ നമ്മൾ മുകളിലത്തെ ഒരു ലെയർ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നില്ല, അത് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ മുകളിൽ ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഡബിൾ ഷെയ്ഡ് ഇങ്ങനെ സ്റ്റാർ പോലെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി, ഭയങ്കര എളുപ്പമാണ്. കണ്ടില്ലേ, ഇതേപോലത്തെ ഡിസൈനാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ സൈഡിൽ അതിൻ്റെ ബോർഡറിലായിട്ട് ഇത് കണ്ടില്ലേ ഞാനിങ്ങനെ സ്റ്റാർ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇതേ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഡെക്കറേഷൻ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഭയങ്കര ഈസിയാണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. വെറുതെ പറയല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ലെയേഴ്സൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കേക്കായിരുന്നു. നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.